ഈ സിനിമയുടെ കഥ വിനീത് എന്ന് പറഞ്ഞു. വിനീത് ഈ സിനിമയെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് കഥ പറച്ചിലൂടെ അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിനീതിന്റെ മനസ്സിൽ ആ സിനിമ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അന്തരീക്ഷവും എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. ഇതൊരു ചെറുപ്പക്കാരുടെ കഥയാണ് എന്ന് വെച്ചാൽ ഞാനൊന്നും പ്രായമായി എന്നുള്ളതല്ല അല്ലേ, അത് നമ്മളെടുത്ത് പറഞ്ഞില്ല, നാളെ അടിച്ചു വരും എന്ന് വെച്ചാല് ഈ പ്രായത്തിലുള്ള കഥ എന്തായാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പഴയ ഓർമ്മകൾ, നമ്മളുടെ ചെറുപ്പം, നമ്മുടെ ബാല്യം അല്ലെങ്കിൽ കൗമാരം, യൗവനം എന്നൊക്കെ പറയുന്ന പല പല ആംഗിളുകളുള്ള സംഭവം ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഓർമ്മ വരും. വളരെ ജെന്യുവനായിട്ടുള്ള ഒരു സബ്ജക്റ്റ്, മലയാള തന്മയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും മലർവാടി ആർട്സ് ക്ലബ് എന്നെനിക്ക് ഉറച്ച് പറയാൻ സാധിക്കും. സിനിമയുടെ ട്രെയിലർ ഇന്ന് ആദ്യമായിട്ട് കാണിക്കുകയാണ്. ഇതിന്റെ ഒരു രസമുള്ള കാര്യം എന്ന് പറയുന്നത് ദിലീപേട്ടന് ഇതുവരെ ട്രെയിലർ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ ആദ്യമായിട്ടാണ് ഇതിന്റെ ഈ സിനിമയുടെ ദൃശ്യങ്ങൾ ആദ്യമായിട്ട് പുറത്തു വരുന്നത് ഇതിലായിരിക്കും. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യാനായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബ്യൂണികേഷൻ ചേർന്ന് ക്ഷണിക്കുന്നു. മലയാള സിനിമയിൽ ഇപ്പൊ നമ്മൾ പ്രതിസന്ധികൾ മാത്രമേ കേൾക്കാവുള്ളൂ, കലഹങ്ങൾ മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ മലയാള സിനിമയിൽ സുന്ദരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത കാലത്ത് സംഭവിച്ച ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ് മലർവാടി. മലയാള സിനിമയുടെ ഗതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഏറ്റവും പുതിയ കലാകാരന്മാർ, സാങ്കേതിക പ്രവർത്തകർ, അതിന്റെ സംവിധായകൻ, എഴുത്തുകാർ എല്ലാം മാറ്റത്തിന്റെ ഒരു വലിയ വസന്തം മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. ഒരു സംഗതി മാത്രം ഇപ്പൊ പറയാനുള്ളത്, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സ്വന്തം പിതാവ് ഏറ്റവും പ്രഗത്ഭനെന്ന് തെളിയിച്ച ഒരു പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സുനിൽ ഗവാസ്കറിന്റെ മകൻ ചെയ്ത ഏറ്റവും വലിയ മണ്ഡലത്തിലും ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുള്ളതാണ്. അവൻ എത്ര നന്നായിട്ട് കളിച്ചാലും അച്ഛനോട് കമ്പയർ ചെയ്യുകയും അച്ഛൻ്റെ അത്രയും വന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അല്ലാ രാഖ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ മ്യൂസീഷ്യന്റെ മകൻ സക്കീർ ഹുസൈൻ ആ രംഗം തിരഞ്ഞെടുക്കുകയും അച്ഛനോടൊന്നോ അച്ഛനേക്കാൾ ഏറെ ഒരു പ്രഗത്ഭനെന്ന് തെളിയിക്കുകയും ചെയ്തു. മലയാള സിനിമയുടെ അല്ലാ രാഖയും സക്കീർ ഹുസൈനും ആകട്ടെ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ആശംസിക്കുന്നു. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് മനുഷ്യൻ കഴിവ് തെളിയിക്കുന്നത്. ഈ മലർവാടിയിലെ പിള്ളേരോട് പോയി കിടക്കും. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ മാമാരി ഒരുപാട് കഴിവുകളൊക്കെ കാശുകൾ മാത്രമുള്ള ലോകം, അതില്ലാത്തവർ ഇവിടെ എല്ലാം ബാധിതാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ നാടകം? ശ്രീനിവാസൻ എന്ന ഒരു പ്രഗത്ഭ വ്യക്തിയുടെ മകൻ ചെന്നൊരു കഥ പറയുകയും ആ സിനിമ ചെയ്യാൻ ഒന്നും കാണാതെ ദിലീപ് വേളയിൽ ഇറങ്ങി പുറപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പക്കാ ബിസിനസ്സുകാരനാണ് ദിലീപ്.
അപ്പോ അങ്ങനെ ഒരു സിനിമയ്ക്ക് ദിലീപ് ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് തന്നെ ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു സൂചനയാണ്. തന്നെയല്ല, ഇതിന്റെ പൂജയ്ക്ക് പോയപ്പോൾ ഞാൻ അന്ന് അവിടെ പറഞ്ഞിരുന്നു. കാരണം ഈ ഡയറക്ടർ വിനീത് പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്യാനെടുത്ത തീരുമാനം, കാരണം ഞാൻ അവിടെ വെച്ച് കുറച്ച് അതേ സെന്റൻസ് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ദിലീപ് വിചാരിച്ചാൽ മലയാളത്തിലെ ഏത് സ്റ്റാറിനെ വേണമെങ്കിലും വിട്ട് സിനിമ എടുക്കാം എന്നുള്ളൊരു സ്ഥിതിയിൽ ഇതെല്ലാം വിട്ടിട്ട് പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്യാൻ, അതും സ്വന്തം ആദ്യത്തെ പടം ചെയ്യാൻ വിനീത് തയ്യാറായതും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ദിലീപ് തയ്യാറായതും തന്നെയാണ് ഇതിന്റെ ഏറ്റവും നല്ല പോസിറ്റീവ് സൈൻ എന്ന് ഞാൻ കരുതുന്നു. ഈ പടം ഒരു സൂപ്പർ ഹിറ്റ് ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിലൊരു ജാസ് സോങ് ഉണ്ട്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ജാസ് ട്രാക്ക് ഉണ്ട്, പിന്നെ ഒരു പോപ്പ് സോങ് ഉണ്ട്, ഒരു ഹിപ്പ് ഹോപ്പ് സോങ് ഉണ്ട്, ഒരു മെലോ റോക്ക് എന്ന് പറയാവുന്ന ഒരു മോഡിലുള്ള വേറൊരു പാട്ടുണ്ട്, ഒരു പക്ക നാടൻ പാട്ടുണ്ട്. അങ്ങനെ പല വിഭാഗത്തിൽ പെടുന്ന പാട്ടുകൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഷാനിന്റെ ഒരു കാലിബർ പ്രൂവ് ചെയ്യുന്ന ഒരു വർക്കും കൂടി ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Living this